നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഏറെക്കാലം അകത്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വീഡിയോ നിർമ്മിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. പ്രധാനമായും അവർ പറയുന്നത് വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വയനാട് സംസ്ഥാന സർക്കാർ നടത്തിയ ടൗൺഷിപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ തരത്തിലുള്ള വലിയ കെടുകാര്യസ്ഥ നടന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇവിടെ അഴിമതിയായി പോയിരിക്കുന്നു. തന്നെയുമല്ല, അവിടെ നടത്തിയിരിക്കുന്ന വീടുകളിൽ താമസക്കാരില്ല, താമസിക്കാൻ പറ്റിയ സാഹചര്യമല്ല ആ ടൗൺഷിപ്പിലുള്ള വീടുകൾക്കുള്ളത് എന്നതടക്കമുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മഹാനുഭാവനായ വ്യക്തി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം കോൺഗ്രസിലെ ഒരു വലിയ കോഴിപ്പടയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയ കോഴിയാണ് ഈ പറയുന്ന ആളെന്ന് പലപ്പോഴായി നമുക്ക് ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് വന്നിരുന്നു കൊണ്ട് വിമർശിക്കുകയാണ്. നല്ലതാണ്, വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പം വന്ന് ഒരു വീഡിയോ ചെയ്യുന്നു. എന്തിനാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇത്രയും കാലം രാഷ്ട്രീയത്തിൻ്റെ ഏതോ വാൽമീകത്തിനുള്ളിൽ ഒളിച്ചിരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇവിടൊക്കെ തന്നെയുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ജീവിക്കുന്നതും എൻ്റെ ചിന്തകളും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ഞാൻ എൻ്റെ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് മുതിർന്ന ചില നേതാക്കന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ശ്രമമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത് ടെൻഡർ നൽകി, അതായത് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിനായി ടെൻഡർ നൽകി. ഏകദേശം 299 കോടി രൂപയ്ക്കാണ് അത് ടെൻഡർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ടെൻഡർ നൽകിയ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ കരാർ നൽകുന്ന സാഹചര്യത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയില്ല എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ്, നീക്കമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തിയത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു നേതാവ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. എന്നാൽ ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണോ ആദ്യമായി ടെൻഡർ വിളിക്കാതെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആൾക്കാർ ഹൈക്കോടതിയിൽ പോയിരുന്നു, ഹർജി കൊടുക്കാൻ പോയിരുന്നു. അതായത് ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ഹർജി കൊടുത്തപ്പോൾ ഹൈക്കോടതി പോലും ഹർജി തള്ളിക്കളഞ്ഞു. നിലനിൽപ്പില്ല. കാര്യം എന്താ? കേരളത്തിലൊരു അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവിടെ എന്താണ് ആവശ്യം? വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ആ ആവശ്യം ഒരു അടിയന്തര സാഹചര്യമാണ്. അപ്പോൾ ആ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഴുങ്ങി പറഞ്ഞത്? ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതായിരുന്നില്ലേ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മനഃപൂർവ്വം പറയാതെ വിട്ടത് ഇവിടെ സംസ്ഥാന സർക്കാർ ഈ ഏതോ തരത്തിൽ അഴിമതി നടത്തുകയാണ് ഈ ടൗൺഷിപ്പ് പദ്ധതിയിലൂടെ എന്നാണ് ആദ്യമായി ഉയർത്തുന്ന ആരോപണം. എന്നാൽ UDF നടത്തിയിട്ടില്ലേ? ഉണ്ട്. UDFിൻ്റെ ഭരണകാലഘട്ടത്തിലും ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇതേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആയിരുന്നു അന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ടും ഈ ഊരാളുങ്കലിന് തന്നെ കോൺട്രാക്ട് കൊടുത്തിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഈ പറയുന്ന ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിലും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട്, പ്രധാനമായും നമ്മൾ പറഞ്ഞ കരമന മുതൽ കളിയിക്കാവിള വരെ കിടക്കുന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ റോഡുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടും ഏകദേശം 977.70 കോടി രൂപ ഈ പറയുന്ന ഊരാളുങ്കൽ ഇതേ സൊസൈറ്റിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. തെളിവുകളുണ്ട് അതിനെല്ലാം. അപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ ഇവരെ ഒരു അംഗീകൃത ഏജൻസിയാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അതായത് സംസ്ഥാനത്ത് നടക്കുന്ന അടിയന്തരമായ എല്ലാ കാര്യങ്ങൾക്കും, അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകൃത ഏജൻസിയാക്കി ഊരാളുങ്കലിനെ മാറ്റിയെടുത്ത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവർ മറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFകാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ UDF എന്തുകൊണ്ട് ഊരാളുങ്കലിന് കൊടുത്തു എന്ന് ചോദിച്ചാൽ സഹകരണ മേഖലയ്ക്ക് പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ ഈ സഹകരണ മേഖലയെ എങ്ങനെയെങ്കിലും ഒന്ന് പുനരുജ്ജീവിപ്പിച്ചെടുത്തുകൊണ്ട് ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് UDF സർക്കാർ ചെയ്തത്. പിന്നീട് വന്ന സർക്കാരുകൾ, ഈ പറയുന്ന LDF സർക്കാർ പിന്നീട് 2 തവണ ഭരിക്കുന്ന സമയത്തും ബാക്കിയുള്ള അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം ഊരാളുങ്കലിനെ കരാറേൽപ്പിച്ചു തുടങ്ങി. ഇതാണ് സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യം. അല്ലാതെ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ രണ്ടാമത് ഉയർത്തുന്ന ഒരു ആരോപണം, DYFI 20 കോടി രൂപ പിരിച്ച് 2024 കയ്യിൽ വെച്ചിരുന്നു. അതിനുശേഷം പിന്നീട് കൊടുക്കുന്ന ഏകദേശം 10 മാസക്കാലത്തെ പലിശ 1 കോടിയിലധികം രൂപ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ പലിശ ഏകദേശം 7% പലിശ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കാക്കി നൽകുകയാണ്.
അങ്ങനെയാണെങ്കിൽ തന്നെ 20 കോടി രൂപ ഡിവൈഎഫ്ഐ പിരിച്ചെടുത്തു. അതിൽ പലിശ കിട്ടിയെന്ന് വെച്ചോളൂ. ഈ 178 വീടുകൾ അവിടെ സ്ഥാപിച്ചപ്പോൾ, അല്ലെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഒന്നാം ഘട്ടം കഴിഞ്ഞ് അത് മുഖ്യമന്ത്രി താക്കോൽദാനം നടക്കുന്ന സമയത്ത് അവിടെ TV വാങ്ങി നൽകിയത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയാണ്. ഇതേ ആവശ്യത്തിന് വേണ്ടി 30 വീട് വാഗ്ദാനം ചെയ്ത് നിങ്ങളുടെ നേതൃത്വത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും 140 മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് പിരിവ് നടത്തിയിട്ടും നിങ്ങൾക്ക് എത്ര സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചോദ്യമുണ്ടല്ലേ? നിങ്ങൾക്കാകെ കേരളത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞ വെറും 1.1 കോടി 5 ലക്ഷം രൂപ മാത്രം. അപ്പോൾ ഡിവൈഎഫ്ഐയെയും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെയും ഒരു വണ്ടിക്ക് കെട്ടാൻ പറ്റിയതല്ല എന്നാണ് എൻ്റെ അർത്ഥം. എന്ത് തന്നെയാണെങ്കിലും യൂത്ത് കോൺഗ്രസിനേക്കാൾ ഒന്നല്ല ഒരു 10-25 പടി മേലെയെങ്കിലുമാണ് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന. അതും രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കുക. അപ്പം കൃത്യമായി അവരിപ്പോൾ 178 TV-കൾ, അതായത് സ്മാർട്ട് TV-കൾ വാങ്ങി നൽകുകയും ചെയ്തു. ഇത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന വയനാട്ടിൽ നടത്തിയ ഒരു വലിയ പ്രവർത്തനം തന്നെയായി കാണേണ്ടി വരും. അപ്പോൾ 20 കോടി രൂപയും അതോടൊപ്പം ഈ സ്മാർട്ട് TV-കളും അവിടുത്തെ ആൾക്കാർക്ക് സംഭാവന ചെയ്തത് സംഘടനയുടെ പേര് ഡിവൈഎഫ്ഐ എന്നാണ്, യൂത്ത് കോൺഗ്രസ് എന്നല്ല. ഈ പറയുന്ന ഡിവൈഎഫ്ഐയിലുള്ള ആരും പണം പിരിച്ചുകൊണ്ട് ഈ പറയുന്ന നാട് നീളെ പോയിട്ടില്ല എന്നുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു ആരോപണം, അവിടെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറയുന്നു. പണി പൂർത്തിയായിട്ടില്ല, വീട് അതൊരു PR വർക്കിന് വേണ്ടി മാത്രം ചെയ്തതാണ് എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ മറ്റൊരു ആരോപണം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയുള്ള ഒരു MLA ഉണ്ടല്ലോ നിങ്ങൾക്ക്, അതായത് കൽപ്പറ്റയിൽ T സിദ്ദിഖ് എന്ന് പറയുന്നൊരു MLA ഉണ്ട്. ഇതുവരെയായും T സിദ്ദിഖിൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉയർന്നു കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നില്ലേ? അവിടുത്തെ നാട്ടുകാരെ പറ്റിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വലിയ ചർച്ച ഉണ്ടാവേണ്ടതല്ലേ? എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബിജു അമ്പലവയൽ എന്ന് പറയുന്ന അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇങ്ങനെ, ഈ മലവയൽ അയാളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നത്. അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റെടുക്കുകയാണ്. എന്നാൽ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ആരോപണം ഇവർക്ക് ആർക്കുമില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. അവിടെയുള്ളവർക്ക് ഇപ്പോഴും നിലവിൽ 25,000-ഓളം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 1-ാം തീയതി സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കണക്കിൽ ഇതുൾപ്പെടാതെ പോയത്? ഓഡിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാ മാസവും ദിനബത്തെ ഉൾപ്പെടെയുള്ള ഒരു തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുൾപ്പെടെ 25,000-ഓളം രൂപ പ്രതിമാസം അവരുടെ വീട്ടുവാടക അടക്കം അവർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത്, അവരുടെ ഒരു ആവശ്യം എന്താ? ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടേക്ക് താമസം മാറിക്കോളാം, വീടിൻ്റെ പണി നീങ്ങുന്നില്ല, അതിനുവേണ്ടി മാത്രം, ഇലക്ഷന് വേണ്ടി മാത്രം നടത്തിയ ഒരു PR വർക്ക്. വീടിൻ്റെ പണികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഓഡിറ്റിങ്ങിനുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി നമ്മൾ ഈ പറയുന്ന CMDRFൻ്റെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ ഓരോ തുകയും എത്ര രൂപ വീതം എവിടെയൊക്കെ ചിലവായി എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. എത്ര രൂപ ബാക്കിയുണ്ട്, എവിടെയൊക്കെ ആ പണം മുടക്കിയിട്ടുണ്ട് തുടങ്ങിയതിൻ്റെ കൃത്യമായ കണക്കുകളുണ്ട്. കൃത്യമായി ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വരെ തയ്യാറാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിൻ്റെ കണക്കുകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാതെ ഈ രീതിയിൽ പറയുന്നത്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പുറത്തേക്ക് വിടുക, പച്ചക്കള്ളം. അതായത് നിങ്ങളുടെ നേതാക്കന്മാർ VD സതീശനും KC ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ നുണപ്രചരണം വീണ്ടും നടത്തുക. ഇതേ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ നമുക്കറിയാം, യൂത്ത് കോൺഗ്രസ്സുകാർ ഈ പറയുന്ന പോലെ ആകപ്പാടെ പിരിച്ചത് 1 കോടി 5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ വലിയ സംവിധാനമായ ഇവരുടെ ചേട്ടന്മാർ KPCC പിരിച്ചെടുത്തത് വെറും 5 കോടി ചില്ലുവാനും രൂപയാണ്. ഇവരെ കൊണ്ടിപ്പം വീട് പോലും വെക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ടും സർക്കാർ ചെലവിൽ അങ്ങ് വീട് വെച്ച് കൊടുക്കാം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ന്യായവുമായി അവർ ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, കോൺഗ്രസ് DYFIക്കാർ പിരിച്ച പോലെ വെറും ഒരു 20 കോടി രൂപയെങ്കിലും പിരിച്ച് കാണിക്കൂ. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കാൻ പോലും കൈ കാശില്ലത്രേ. ഉള്ള കാശെല്ലാം അവിടെ ഇവിടെയും ചിലവായി. 9 ലക്ഷം രൂപ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചിലവായി. ഇത്രയും ചിലവ് വരില്ലായിരുന്നില്ല ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് CMDRFിലേക്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ. അപ്പം ജനങ്ങൾക്ക് എപ്പോഴും വിശ്വാസം ഇവിടുത്തെ സർക്കാരിനെ തന്നെയാണ്, അല്ലാതെ കോൺഗ്രസിനെയോ യൂത്ത് കോൺഗ്രസിനെയോ ഒന്നും അല്ല ഇവിടുത്തെ പൊതുജനം അംഗീകരിച്ചു കൊടുക്കുന്നത്. അവർക്കെപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഒതൻറ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ് എപ്പോഴും അവർ നമ്പി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് DYFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പോലും ഇവിടുത്തെ കോൺഗ്രസിനേക്കാൾ അധികം ഫണ്ട് സമാഹരിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസ്യതയെ ഊട്ടിയുറപ്പിക്കുന്നൊരു കാര്യം. ഇവിടെ കോൺഗ്രസിനെ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിനെ ആണെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു വിശ്വാസ്യതയും തൽക്കാലം ജനങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും നുണപ്രചരണവുമായി വരുന്നെങ്കിൽ ധൈര്യമായി വന്നോളൂ, പ്രതിരോധിക്കാൻ നിരവധി ആളുകളുണ്ട് എന്നുള്ള കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർത്തോണം. പക്ഷേ താഴെ കുറേയധികം കമൻറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ്. അതിൽ നിന്നും ഒരിക്കലും മോചിതനാകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.